ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റത്തെ നോമ്പാണ്, റമദാൻ 1. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു മോറാൻ കഴുകാൻ അപ്പോൾ അതൊക്കെ കഴുകി ഒന്ന് വൃത്തിയാക്കി ഇനി നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊരികളൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പം രാവിലെ തന്നെ കുറച്ച് അതിൻ്റെ മാവൊക്കെ കൂട്ടി വെച്ചാൽ നമുക്ക് വൈകുന്നേരത്തേക്ക് അത്രയും പണി കുറഞ്ഞു കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എല്ലാവരും ഒരേ രീതിയിലായിരിക്കില്ലല്ലോ. അപ്പോൾ എൻ്റെ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ഒരു വീഡിയോ ആണ് ഇടുന്നതായിരിക്കും. പിന്നെ വൈകുന്നേരം ഞാൻ വന്നപ്പോൾ പത്തിരി ഒക്കെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചിക്കൻ ഉണ്ട്, അത് കഴുകാമെന്ന് വിചാരിച്ച് ചിക്കനൊക്കെ നന്നാക്കി അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതക്കാനുണ്ടായിരുന്നു. അത് നമ്മൾ വേറൊരു പൊരി ഉണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും മധുരമുള്ളതും പിന്നെ എരിവുള്ളതുമായിട്ട് എന്തെങ്കിലും ഒരു പൊരി വേണമെന്നുണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിച്ചപ്പും കൂടെ ഇട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ടുണ്ട്. സവാള ഒക്കെ കൂടി മിക്സാക്കിയിട്ട്, അതായത് സമൂസേൻ്റെ കൂട്ടാണോയെന്ന് ചോദിച്ചാൽ അതെ, ബട്ട് എല്ലാത്തിനും ഒരേ സാധനം തന്നെയാണല്ലോ ഏകദേശമൊക്കെ. അപ്പം അങ്ങനെ നമ്മൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു സമയം കൊണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു തട്ടിക്കൂട്ട് സാധനമാണെന്ന്. അപ്പോൾ കുറച്ച് ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് മിക്സ് ചെയ്യാണ്. അപ്പോൾ അത് കാണുമ്പോൾ കട്ട്ലേറ്റിൻ്റെ ആണോ എന്നൊക്കെ ചിലപ്പോൾ ഡൗട്ട് വരും. എന്താണെന്നുള്ളത് കറക്റ്റ് എനിക്കും ആ സമയത്ത് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ എന്തായാലും ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടി നമ്മൾ ക്രഷ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് ഇട്ട് പിന്നെ സവാള ഇട്ട് വഴറ്റി അതിലേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഗരം മസാല, ഇങ്ങനത്തെ കുറച്ച് തട്ടിക്കൂട്ട് പൊടികളൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് അത് വാങ്ങി വെച്ച് ഇനി അതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങും അതുപോലെ ബ്രെഡ് പൊടി പിന്നെ ചിക്കൻ ക്രഷ് ചെയ്തുള്ളതില്ലേ അതെല്ലാം കൂടെ ഇട്ട് മിക്സ് ആക്കിയിട്ട് പിന്നെ എനിക്ക് തോന്നി ടൈം അപ്പോഴേക്കും ഒരുവിധം ആയിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം അത് ബോളാക്കി മാറ്റി വെച്ച് പിന്നെ ഇത് രാവിലത്തെ നമ്മൾ മാവാക്കിയിട്ടില്ലേ അത് ബ്രെഡാണ് അതിൽ പൊരിക്കുന്നത്. അപ്പോൾ ബ്രെഡ് പൊരിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോളാക്കിയിട്ടുള്ളത് കുറച്ച് പാലിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ബ്രെഡ് ക്രംസ് ഇല്ലേ അതിനകത്ത് കൂടെ ഒന്ന് മുക്കിയിട്ട് നമ്മൾ പൊരിച്ചെടുക്കുക ചെയ്യുന്നത്. കട്ട്ലേറ്റിനെ പോലെ തന്നെയാണെന്ന് വെച്ചാൽ ചിലപ്പം അതായിരിക്കും. ആ ഒരു ടൈമിൽ നമുക്ക് പെട്ടെന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ ഞാൻ പൊരിക്കുന്ന ടൈമാണ്. ബട്ട് അപ്പോഴേക്കും ബാങ്ക് കൊടുത്ത് അവിടെ എല്ലാവരും നോമ്പ് തുറക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്ന് അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കി ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് പിന്നെ ചായ കുടിക്കാൻ പോയി. പത്തിരി അതുപോലെ തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറിയില്ലേ അതും പിന്നെ നല്ല തണുത്ത വെള്ളവും എല്ലാം കൂടെ കൂട്ടി കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.